ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അധികം കുക്കിംഗ് വീഡിയോസ് ആയിരിക്കും ഞാൻ കാണിക്കുന്നത്. കാരണം നമ്മൾ പുറത്തൊന്നും പോകുന്നില്ല. ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ബീഫ് കറിയാണ് ഇന്ന്, പത്തിരിയും ബീഫും ഒക്കെ വിചാരിച്ചു. അപ്പോൾ ഇതാ ബീഫ് റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല കേട്ടോ, ഞാൻ വേഗം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതാ മസാലയൊക്കെ റെഡിയാക്കി വേഗം ഉണ്ടാക്കാനുള്ളൊരു ഇതിലാണ്. പിന്നെ ഇതാ പത്തിരി കഴിക്കാൻ പോവാണ് കേട്ടോ. പത്തിരി പിന്നെ ഇടയ്ക്കേ വല്ലപ്പോഴേ ആക്കാറുള്ളൂ, കാരണം അതിന് കുറച്ച് ടാസ്ക്കുള്ള പണിയാണല്ലോ. അപ്പോൾ ഇതാ ഒന്നില്ലെങ്കിൽ വെള്ളം കൂടും അല്ലെങ്കിൽ വെള്ളം കുറയും, അങ്ങനെയൊക്കെയാണ് പത്തിരിൻ്റെ കാര്യം. അപ്പോൾ ഇന്ന് ഇതാ കുഴപ്പമില്ലാണ്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ ചുട്ടെടുക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. ചുടാൻ എനിക്ക് പിന്നെ പണ്ടേ അറിയാം, നമ്മൾ നാട്ടിലാകുമ്പോഴും ഞാൻ തന്നെയാണ് ഡ്യൂട്ടിയായിട്ട് എടുക്കാറ്. പിന്നെ ഇതാ ഷേപ്പൊന്നും കണ്ട് ആരും നോക്കരുത്, ഷേപ്പ് പിന്നെ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടിയതാണ്. പിന്നെ ടേസ്റ്റിലല്ല കാര്യം, ലുക്കിലല്ലല്ലോ അല്ലേ. പിന്നെ ഇതാ ഹസ്ബൻഡ് രാവിലെ 6 മണിക്ക് പോവും, അപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വരും ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇതാ ആ ടൈം ആകുമ്പോഴേക്കും ഞാൻ വേഗം ഫുഡാക്കി എടുക്കും. പിന്നെന്താ, പിന്നെ ചാനൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും. പിന്നെ ലൈക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കിച്ചൺ ക്ലീനാക്കി എടുക്കണം. കിച്ചൺ ചെറുതാണ് കേട്ടോ, അപ്പോൾ വേഗം ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതുവരെ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ്, ഹസ്ബൻഡ് വന്നിട്ടേ കഴിക്കൂ. അപ്പോൾ ഇതാ അങ്ങനെ കഴിക്കാനിരുന്നു. അപ്പോഴേക്ക് നല്ല വിശപ്പ് വരും കേട്ടോ. 11 മണിയൊക്കെ ആയിട്ടുണ്ട് കഴിക്കാൻ. അപ്പോൾ ഇതാ മോളെണിച്ച് മോൾക്ക് ഫുഡ് കൊടുത്തു. ഇവർ 11 മണിയൊക്കെ ആയി എണിക്കുമ്പോൾ. രാത്രി ലേറ്റായിട്ട് ഉറങ്ങാറ്. അപ്പോൾ പിന്നെ അതാ നെയ്ച്ചോറാക്കി, ഇന്ന് ഉച്ചക്ക് നെയ്ച്ചോറാണ് കേട്ടോ. അപ്പോൾ വെറുംചോറാകുമ്പോൾ കുറേ കറിയും ഉപ്പേരിയൊക്കെ വേണ്ട, ഇതാകുമ്പോൾ ബീഫ് കറി ഉണ്ട്. അപ്പോൾ നെയ്ച്ചോറൊക്കെ വിചാരിച്ചു, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് നെയ്ച്ചോറ്. അപ്പോൾ ഇവിടുത്തെ ലോങ് റൈസാണ് കേട്ടോ. ഇപ്പോൾ ഇത് ബിരിയാണി റൈസാണ്, പക്ഷേ നീളമുള്ള അരിയാണ് വാങ്ങിയത്. ഇത് കാണുമ്പോൾ മന്തി റൈസ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ അങ്ങനെ നെയ്ച്ചോറ് സെറ്റാക്കി എടുത്തു. അതുകൊണ്ട് ഉച്ചയ്ക്ക് വലിയ പണി ഉണ്ടായിരുന്നില്ല, നെയ്ച്ചോറ് മാത്രം. പിന്നെ ഒരു സലാഡ് ഉണ്ടാക്കലായിരുന്നു പണി. ഇതാ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇതാ ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ നൈറ്റ് വ്യൂ. ഇവിടെ അടുത്ത് പള്ളിയുണ്ട്, അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് പള്ളി. അപ്പോൾ നല്ല രസമാണ്, പാങ്ക് കൊടുക്കലും ഒക്കെ നമുക്കിങ്ങനെ കേൾക്കാം ലൈവായിട്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിയാനായിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഇതേപോലെ കുറേ വീഡിയോസായിട്ട് വരുന്നതാണ്. പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും. അതുവരേക്കും അസ്സലാമു അലൈക്കും.